ഹലോ, വെൽക്കം ടു മാക്സിയോൺ. ഐഐടി ജാം 2025 ചോദിച്ചിട്ടുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരുപാട് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഒന്നും വേണ്ടാത്ത, അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ചോയ്സസ് of n of xy is the equation e raised to x sin y minus 2y sin x plus n of xy dy equal to 0 an exact differential equation എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏത് ചോയ്സ് എടുത്താലാണ് നമുക്ക് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സാക്റ്റ് ആവുന്നത് എന്നാണ് ചോദ്യം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എക്സാക്റ്റ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം അത് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം? എം വൈ ഈക്വൽ ടു എൻ എക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതായത് ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാലാണ് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവാം. ഈ ഒരു കേസിൽ നമുക്ക് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഫോമിൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് സൈൻ വൈ മൈനസ് 2y സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമുക്ക് എം ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ എം വൈ, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് സൈൻ വൈ മൈനസ് 2y സൈൻ എക്സിൽ നമ്മൾ നോക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ എക്സ് നമ്മൾ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇ റേസ് ടു എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ ഉണ്ടാവും. സൈൻ വൈയുടെ ഡെറിവേറ്റീവ് ആയിട്ട് കോസ് വൈ നമുക്ക് വരുന്നുണ്ടാവും. മൈനസ് 2yയുടെ ഡെറിവേറ്റീവ് 1 ആണ്. ആൻഡ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് സൈൻ എക്സ് തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എം വൈ എന്തിനോട് ഈക്വൽ ആയിരിക്കണം? എൻ എക്സിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എൻ എക്സ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഭാഗത്തും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് ചെയ്തു നോക്കാം. അതായത് ഇ റേസ് ടു എക്സ് കോസ് വൈ മൈനസ് 2 സൈൻ എക്സ് ഡി എക്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അവിടെ നമുക്ക് എൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഇൻറ്റഗ്രേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇ റേസ് ടു എക്സിൻ്റെ ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് ആണ്. കോസ് വൈ അവിടെ കോൺസ്റ്റൻറ്റും ആയിരിക്കും. അപ്പോൾ ഇ റേസ് ടു എക്സ് കോസ് വൈ അവിടെ ഉണ്ടാവും. മൈനസ് അവിടെ ഉണ്ട്. 2 കോൺസ്റ്റൻ്റ് ആണ്. സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ് നമുക്ക് വരുന്നുണ്ടാവുക. പ്ലസ് സി കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് 2 കോസ് എക്സ് പ്ലസ് സി എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമുക്ക് ഈ ഒരു കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്, അല്ലേ? എൻ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് 2 കോസ് എക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 8 ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 16 ബൈ ഈസ് ഈക്വൽ ടു 2 ഇ റേസ് ടു 4x എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ എച്ച് പ്ലസ് വൈ പി ആണ്. അതായത് ഹോമോജീനിയസ് സൊല്യൂഷൻ്റെയും പെർട്ടിക്കുലർ സൊല്യൂഷൻ്റെയും സമ്മേഷനായിട്ടാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവാം? നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ആദ്യം നമുക്ക് ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതായത് വൈ എച്ച് കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് പെർട്ടിക്കുലർ ഇൻറ്റഗ്രൽ അല്ലെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ടുള്ള വൈ പി നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹോമോജീനിയസ് പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 8 ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 16 വൈ ഈക്വൽ ടു 0 എന്നായിരിക്കും വരുന്നുണ്ടാവുക. ഈ ഒരു ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇക്വേഷൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും? എം സ്ക്വയർ മൈനസ് 8m പ്ലസ് 16 ഈക്വൽ ടു 0 ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് ഈ തന്നിരിക്കുന്ന എന്താണ്? എം സ്ക്വയർ മൈനസ് 8m പ്ലസ് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് വരുന്നുണ്ടാവുക.
അതിൽ നിന്നും നമ്മൾ ഓക്സിലറി റൂട്ട്സ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? m ഈക്വൽ ടു 4, 4 എന്ന് പറയുന്ന ഈക്വൽ റൂട്ട്സുകളാണ് നമുക്ക് വരുന്നുണ്ടാവുക. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓക്സിലറി റൂട്ട്സ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഓക്സിലറി റൂട്ട്സ് നമുക്ക് സെയിം ആണ് വരുന്നതെങ്കിൽ, അതായത് ഈക്വൽ റൂട്ട്സ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ YH എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? C1 പ്ലസ് C2 എക്സ് ഇ റേസ് ടു ലാംഡ എക്സ് എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. എപ്പോൾ ലാംഡ എന്ന് പറയുന്നത് ഈക്വൽ റൂട്ട്സ് ആവുന്ന കേസിൽ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് YH കണ്ടുപിടിക്കാം. YH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? C1 പ്ലസ് C2 എക്സ് ഇ റേസ് ടു നമ്മുടെ കോമൺ റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്. സോ ഇ റേസ് ടു 4x എന്ന് വരും. അതായത് അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ C1 ഇ റേസ് ടു 4x പ്ലസ് C2 എക്സ് ഇ റേസ് ടു 4x എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ നമ്മുടെ ഹോമോജീനിയസ് സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് YP നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ YP കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് YP കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇ റേസ് ടു AX ഫോമിലാണ് നമുക്ക് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മുടെ ഇ റേസ് ടു AX ഫോമിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? YP എന്ന് പറയുന്നത് 1/f(d) ഇൻറ്റു ഇ റേസ് ടു AX ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? നമുക്ക് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് YP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/f(d) എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ ആയിരിക്കും വരുന്നുണ്ടാവുക. ആ പർട്ടിക്കുലർ ഇൻ്റഗ്രലിനെ നമ്മൾ m മാറ്റി നമുക്ക് d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ d-4 ഹോൾ സ്ക്വയർ, അതാണ് നമ്മുടെ f(d) എന്ന് പറയുന്നത്. 2 ഇ റേസ് ടു AX എന്നുള്ളത് 4x ആണ് നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പം ഇ റേസ് ടു AX ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിക്ക് നമ്മൾ a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് d ഈസ് ഈക്വൽ ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് f(d) എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം നമുക്ക് f(d) ആയിട്ട് ഇവിടെ കിട്ടുന്ന എന്താണ്? d-4 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ d-4 ദ ഹോൾ സ്ക്വയറിൽ നമുക്ക് f(d) 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ YP എന്ന് പറയുന്ന നമ്മുടെ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്തായിട്ട് മാറും? x/f' ആയിട്ട് മാറും. x/f' ഇൻറ്റു 2 ഇ റേസ് ടു 4x ആയിട്ട് മാറും. അപ്പോൾ അത് നമുക്ക് എന്ത് വരുന്നുണ്ടാവും? x/2 ഇൻറ്റു d-4 ഇൻറ്റു 2 ഇ റേസ് ടു 4x എന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആ 2കൾ നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കിട്ടുന്നത് x ഇ റേസ് ടു 4x ബൈ d-4 എന്നാണ് കിട്ടുന്നുണ്ടാവുക. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? ഡിക്ക് നമുക്ക് 4 കൊടുക്കാം. ഡിക്ക് നമുക്ക് 4 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് f' കിട്ടുന്നത് എന്താണ്? 4 - 4 എന്ന് പറയുന്നത് 0 ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ f' 0 കിട്ടുന്നത് കൊണ്ട് തന്നെ എഗെയിൻ നമ്മുടെ YP എന്തായിട്ട് മാറുന്നുണ്ടാവും? YP എന്ന് പറയുന്നത് x² ഡിവൈഡഡ് ബൈ f'' ഇൻറ്റു ഇ റേസ് ടു 4x ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ f'' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. സോ x² ഇ റേസ് ടു 4x എന്നാണ് നമുക്ക് YP എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ നമ്മുടെ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് YH എന്ന് പറയുന്നത് എന്ത് കിട്ടിയിട്ടുണ്ട്? C1 ഇ റേസ് ടു 4x പ്ലസ് C2 എക്സ് ഇ റേസ് ടു 4x എന്ന് കിട്ടിയിട്ടുണ്ട്. YP നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? x² ഇ റേസ് ടു 4x എന്നും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കാം, നമ്മുടെ ഈ സൊല്യൂഷനിലേക്ക് വരുന്ന സമയത്ത് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YH പ്ലസ് YP ആണ്. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താ വരുന്നുണ്ടാവുക? നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് ഒഴിവാക്കാം. കാരണം നമ്മുടെ ഈ ഒരു ഹോമോജീനിയസ് പാർട്ടിൽ നമുക്ക് -4 വരുന്നുണ്ട്. അത് നമ്മുടെ സൊല്യൂഷനകത്ത് ഇല്ല. ഇനി നമുക്ക് ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കൺഫ്യൂഷൻ. അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ ഈ ഒരു YP എന്ന് പറയുന്നത് x² ഇ റേസ് ടു 4x ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഹോമോജീനിയസ് സൊല്യൂഷൻ C1 ഇ റേസ് ടു 4x പ്ലസ് C2 എക്സ് ഇ റേസ് ടു 4x ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടാവുക. അപ്പോൾ 2025 നമുക്ക് ജാമിന് ചോദിച്ചിട്ടുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള 2 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 2 ചോദ്യങ്ങളും നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് മാത്രം നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന 2 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. താങ്ക് യു.